പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളെയും തീരുമാനങ്ങളെയും കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും PSC തീരുമാനങ്ങളും വാർത്തകളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിനകത്ത് പറയുന്നത് Lpst നിയമനമായിട്ടും UPSTയുടെ റാങ്ക് ലിസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ PSCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു 2019 വന്ന വിജ്ഞാപനമാണ്. 2019 വന്ന വിജ്ഞാപനമാണ്. ഇതിൻ്റെ എക്സാം നടന്ന് 2020 2020 എക്സാം നടന്നു. എന്നിട്ട് നിലവിലിപ്പോൾ ഇതിൻ്റെ 2022 ആയിട്ട് കൂടി തന്നെ ഇതിൻ്റെ യാതൊരു അനക്കവും കേരള PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗാർത്ഥികൾ പറയുന്നത് സർക്കാരും PSCയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് വരെ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടെന്നാണ് പല പത്രങ്ങളിലും അതുപോലെ തന്നെ തൊഴിൽ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് പറയുന്നതെന്ന് നോക്കാം. സർട്ടിഫിക്കറ്റ് പരിശോധനയും ഇൻ്റർവ്യൂവും പൂർത്തിയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള UP സ്കൂൾ ടീച്ചറിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ വൈകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡിവിഷൻ നഷ്ടമാകുന്ന സ്കൂളുകളിലെ അധ്യാപകരെ പുനർവിന്യസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് റാങ്ക് ലിസ്റ്റുകൾ വൈകിപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഓഗസ്റ്റ് അവസാനത്തോടെയാണ് ഇൻ്റർവ്യൂ പൂർത്തിയായതെന്നും സെപ്റ്റംബർ അവസാനത്തോടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് PSC അധികൃതർ വ്യക്തമാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ വിജ്ഞാപനം 2019 വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് 2019 ഡിസംബർ 31 ഇതിൻ്റെ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു. 2020 നവംബറിന് ഇതിൻ്റെ പരീക്ഷ നടത്തി. അതുപോലെ തന്നെ 2022 ആയിട്ട് കൂടി യാതൊരു അനക്കവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒഴിവുകൾ 427 ഒഴിവുകളാണ് നമുക്ക് നിലവിലുള്ളതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ പറയുന്നത് സർക്കാരും PSCയും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ഒരു ഉദ്യോഗാർത്ഥികൾ പരാതി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. UPSCയുടെ റാങ്ക് ലിസ്റ്റ് വൈകിപ്പിക്കുന്നതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നമ്മുടെ തസ്തിക നിർണ്ണയങ്ങൾ നടന്നിട്ടുണ്ട്. കുട്ടികൾ കുറഞ്ഞതിനാൽ ധാരാളം എയ്ഡഡ് സ്കൂളുകളിലേക്കുള്ള ഡിവിഷൻസ് നഷ്ടമായെങ്കിലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരുടെ ജോലി നഷ്ടമാകാതിരിക്കാനായിട്ട് ഇവർ സർക്കാർ സ്കൂളുകൾ പുനർവിന്യസിക്കാനാണ് നീക്കമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകരെ പുനർവിന്യസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റാങ്ക് ലിസ്റ്റുകൾ വൈകിപ്പിക്കുന്നത് എന്നാണ് പല ഉദ്യോഗാർത്ഥികളുടെയും വ്യാപകമായിട്ടുള്ള പരാതി വരുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ കേരള PSC ഇതിലൊരു ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞതാണ്, നമ്മുടെ വഖഫ് ബോർഡുകളിലെ നിയമനങ്ങൾ PSCക്ക് ആദ്യമേ വിട്ടിരുന്നു. അപ്പോൾ അതിനെ പിൻവലിച്ചിട്ടുണ്ട്. കാര്യം അത് ഒരുപാട് മുസ്ലിം ലീഗുകൾ അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം ലീഗുകൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഒരുപാട് പേര് ഇതിനെ എതിർത്തതിൻ്റെ പിന്നാലെയാണ് PSCക്ക് വിട്ടതിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നത്. അത് പഴയ രീതിയിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് തസ്തിക ഒഴിച്ചിട്ടില്ല, ഒഴിവുകൾ റിപ്പോർട്ടിംഗ് കർശന നിർദ്ദേശം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാർത്തയിൽ വരുന്നതല്ലാതെ ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നാൽ ഒരുപാട് സന്തോഷമാണ്. കാര്യം സർക്കാർ വകുപ്പുകളിൽ ഒഴിവുകൾ ഉണ്ടാകുന്ന മുറയ്ക്ക് തന്നെ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ കർശന നിയമനം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ആണ് ഈ ഒരു സാഹചര്യമില്ലെന്നും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഒഴിവുകൾ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോവിഡ് ഘട്ടത്തിൽ PSC പരീക്ഷകൾ നടത്താൻ പരിമിതി ഉണ്ടായിരുന്നതിനാൽ ചുരുങ്ങിയ കാലം നമ്മുടെ LD ക്ലർക്ക്, ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ LP സ്കൂൾ അധ്യാപക ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള പല ലിസ്റ്റുകളും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഈ ഒരു ലാഗായിട്ട് കിടക്കുന്ന നമ്മുടെ LP UP ലിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ നിയമന ശുപാർശ നൽകുമെന്നൊക്കെയാണ് ഈ ഒരു വാർത്തയ്ക്കകത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഇതൊക്കെ ഒന്ന് പ്രാബല്യത്തിൽ വന്നാൽ ഒരുപാട് പേർക്ക് ആശ്വാസവും ഒരുപാട് പേർക്ക് സന്തോഷമൊക്കെ നൽകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ICDSൻ്റെ സൂപ്പർവൈസറിൻ്റെ സാധ്യതാ ലിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. 901 പേരാണ് ഇതിനകത്ത് ലിസ്റ്റിനകത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 41.33 ആയിരുന്നു. നമ്മുടെ ICDSൻ്റെ സൂപ്പർവൈസറിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് 41.33 ആയിരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അതുപോലെ തന്നെ സെറ്റ് അതിൻ്റെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 19,595 പേരാണ് എക്സാം എഴുതിയത്. അതിൽ ജയിച്ചത് വെറും 2037 പേര് മാത്രമേ ലിസ്റ്റിലുണ്ടായിരുന്നുള്ളൂ. വിജയ ശതമാനം വെറും 10.4% മാത്രമാണ് നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ വിജയം വന്നിട്ടുള്ളത്. അപ്പോൾ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ ഡിഗ്രി മെയിൻസിൻ്റെ
എക്സാമിൻ്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ആംഡ് പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടറിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് നവംബർ 22 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് 22, വുമൺ സബ് ഇൻസ്പെക്ടറിൻ്റെ അതും 22 തന്നെയാണ്, നവംബർ 22 തന്നെയാണ്. അസിസ്റ്റൻറ്റ് ജയിലർ നവംബർ 24, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നവംബർ 25, എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ ഡേറ്റ് വന്നിട്ടുള്ളത് നവംബർ 29, സെയിൽസ് അസിസ്റ്റൻറ്റിൻ്റെത് ഡിസംബർ 13 സെയിൽസ് അസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് SBCIDയുടേതും ഡിസംബർ 13, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഡിസംബർ 13, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ് ഡിസംബർ 13, അസിസ്റ്റൻറ്റ് KITയുടേത് ഡിസംബർ 27, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ വരുന്നത് ഡിസംബർ 29, ജൂനിയർ മാനേജറിൻ്റെ വരുന്നത് ഡിസംബർ 30 കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 5043 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ SBIയിൽ 714 ഓഫീസർ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SAIL സെയിലിൽ 325 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡിൽ 300, നാവിക് അല്ലെങ്കിൽ യാന്ത്രിക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എയിംസിൽ 157 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദയാൽ സിംഗ് കോളേജിലേക്ക് 119 അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമബിരുദധാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമി ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അവസരങ്ങൾ കളയരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ SCERT സീരീസ് കവർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിലേക്കുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ക്ലാസ്സുകളുടെ ലിങ്കും കാര്യങ്ങളെല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. റിസൾട്ടിൻ്റെ PDF എല്ലാം ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് കൂടി ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 12th ലെവൽ പ്രിലിംസിൻ്റെ 3ാമത്തെ ഘട്ടം പരീക്ഷ വരാനായിട്ട് പോകുന്നത് ഈ മാസം 17 തീയതിയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആ എക്സാം ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രിപ്പറേഷൻസും കൂടി കുറച്ചുകൂടി നന്നായിട്ട് നടക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ വച്ചൊന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും തമ്മിലുള്ള വ്യത്യാസം. ഫസ്റ്റ് ഫേസിൽ എക്കണോമിക്സൊക്കെ നല്ല പാടായിരുന്നു, സാമാന്യം നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഫസ്റ്റ് ഫേസിലെ എക്സാമിനേഷൻ. സെക്കൻഡ് ഫേസ് നല്ല എളുപ്പമായിരുന്നു, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും ഒരു 50-60 മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു നോർമൽ എക്സാം ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ. അപ്പോൾ ഒരു പരീക്ഷ നടത്തിയിട്ട് അതിന് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ മൻസൂർ അലി സാറൊക്കെ നമ്മുടെ PSC ബോർഡിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താൽ വളരെ നല്ല കാര്യമാണ്. കാര്യം നമ്മുടെ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മുടെ 3ാമത്തെ ഫേസും 5ാമത്തെ ഫേസും ഒക്കെ പരീക്ഷ എഴുതിയവർ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഫേസുകാർക്കും സാമാന്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ആയപ്പോഴത്തേക്കും ഈ 3ാമത്തെ ഫേസും 5ാമത്തെ ഫേസും പരീക്ഷ എഴുതിയവർ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുപോലത്തെ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഈ ഒരു +2 പ്രിലിംസിനും വന്നിട്ടുള്ളത്. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എഴുതിയവർക്ക് നല്ല എളുപ്പമായിരുന്നു, ഫസ്റ്റ് ഫേസ് എഴുതിയവർ നല്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ മാറട്ടെ, വീണ്ടും പഴയ രീതിയിൽ തന്നെ വരട്ടെ. വേണ്ടത് ഈ പ്രിലിംസ് കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും അവർക്ക് മാറ്റാനായിട്ട് അവർക്ക് തോന്നട്ടെ എന്നൊക്കെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ക്ലാസ് ഇന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.